കാരുണ്യാത് കാമം മന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാത് ഈശത്തെ അന്യേ ജഗതി പരജനേ സ്വാത്മനോ അപീശ്വരസ്ത്വം ത്വയ്യുച്ചേർ ആരമന്തി പ്രതിപദമധുരേ ചേതനാഃ സ്ഫീതഭാഗ്യാ ത്വം ചാത്മാ രാമ ഏവത്യേതുല ഗുണഗണാധാര ശൗരേ നമസ്തേ. അങ്ങേക്കപ്പുറം മറ്റൊരു ഈശ്വരൻ ഇല്ലാത്തതിനാൽ അങ്ങ് സ്വാത്മാവിൽ തന്നെ രമിക്കുന്നു. മറ്റു ദേവന്മാർ അവർക്ക് അപ്പുറമുള്ള അങ്ങയിൽ ആത്മാവിനെ അർപ്പിച്ച് അങ്ങയിൽ രമിക്കുന്നു. മറ്റു ദേവന്മാരെ അപേക്ഷിച്ച് വിഷ്ണുവിനുള്ള ഗുണങ്ങൾ ഈ ശ്ലോകത്തിലൂടെ വർണ്ണിക്കുന്നു ആചാര്യൻ. മറ്റു ദേവന്മാർ കാരുണ്യത്തോടെ ബ്രഹ്മസായുജ്യമൊഴിച്ചുള്ള മറ്റെല്ലാ വരങ്ങളും ദാനം ചെയ്യുന്നു, ഭക്തരുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്നു. എന്നാൽ ഭഗവാനെ അങ്ങാവട്ടെ സ്വന്തം ആത്മാവിനെ കൂടി ദാനം ചെയ്യുന്നു. മോക്ഷം കൊടുക്കുവാൻ അധികാരം വിഷ്ണുവിന് മാത്രമാണ്. മറ്റു ദേവന്മാർക്ക് ആ അധികാരവുമില്ല. അതിനാൽ അവർ തൻ്റെ ഭക്തന്മാർക്ക് മോക്ഷമൊഴിച്ചുള്ള കാമനകൾ സാധിച്ചു കൊടുക്കുന്നു. മറ്റു ദേവന്മാർ അന്യജനങ്ങളെ സംബന്ധിച്ചോളം ഈശ്വരൻ തന്നെയാണ്. എന്നാൽ അങ്ങ് സ്വന്തം ആത്മാവിന് തന്നെയും ഈശ്വരനാണ്. സുഹൃതികളായ ഭാഗ്യശാലികളായ ജീവന്മാർ സദാ അങ്ങയിൽ മതിമറന്ന് ആനന്ദിക്കുന്നു. അങ്ങ് തന്നെയാണ് ഈശ്വരൻ. അങ്ങയ്ക്കപ്പുറം മറ്റൊരു ഈശ്വരനില്ല. അതിനാൽ അവിടുന്ന് സ്വന്തം ആത്മാവിൽ തന്നെ രമിക്കുന്നു. ഇപ്രകാരം അനേകം ഗുണങ്ങൾക്ക് ഇരിപ്പിടമായ അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങേക്ക് നമസ്കാരം എന്നാണ് ആചാര്യൻ പറയുന്നത്. ഗുരുവായൂരപ്പൻ്റെ പ്രാധാന്യമാണ്. ഗുരുവായൂരപ്പനെ നമുക്ക് മോക്ഷം നൽകുവാനുള്ളൂ. ഗുരുവായൂരപ്പൻ്റെ പാതാരബന്ധങ്ങളെ നമുക്ക് ശരണം പ്രാപിക്കുവാനുള്ളൂ. ഗുരുവായൂരപ്പൻ മാത്രമാണ് ദൈവം. അവിടെ ചെല്ലുമ്പോൾ ഭഗവാൻ നമ്മളെ പരീക്ഷിക്കും, ഒത്തിരി പരീക്ഷിക്കും. പക്ഷേ തോറ്റു പിന്മാറിയാൽ ഭഗവാൻ നമ്മളെ കളിയാക്കും. നമ്മുടെ തോൽവികൾ ഭഗവാൻ കണ്ട് രസിക്കും. അതെല്ലാം ഓരോ പരീക്ഷണങ്ങളാണ്. ജീവിതത്തിലും ഓരോരോ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊന്നും നമ്മളെ ബാധിക്കാതെ ഓ നമോ നാരായണായ ജപിച്ച് മുമ്പോട്ട് നീങ്ങിയാൽ നമ്മളെ ആർക്കും തോൽപ്പിക്കാനാവില്ല, ഒരു ശത്രുവിനും തോൽപ്പിക്കാനാവില്ല. ഓ നമോ നാരായണായ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.